മന്ത്രിസഭയും ഇടതുമുന്നണിയും അറിയാതെയാണ് സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവൃത്തി സമയം കൂട്ടിയത്. സർക്കാർ തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധവുമായി ക്രൈസ്തവ സഭകൾ രംഗത്ത് വന്നു. മദ്യനയം പിൻവലിക്കണമെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. നയത്തിൽ തെറ്റില്ലെന്നായിരുന്നു എൽഡിഎഫ് കൺവീനറുടെ പ്രതികരണം. ബാറുടമകളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഡ്രൈഡേ ഒഴിവാക്കണം, ബാറുകളുടെ പ്രവൃത്തി സമയം കൂട്ടണം എന്നിവ. പുതിയ മദ്യനയം പ്രഖ്യാപിക്കുന്ന സമയത്ത് ബാറുകളുടെ പ്രവൃത്തി സമയം കൂട്ടണമെന്ന അഭ്യർത്ഥന സർക്കാരിന് മുന്നിലുണ്ടായിരുന്നെങ്കിലും പ്രതിഷേധം ഭയന്ന് നടപ്പാക്കിയില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാറുകളുടെ പ്രവൃത്തി സമയം രാവിലെ 10 മണി മുതൽ 12 മണി വരെയാക്കി ഇന്നലെ വിജ്ഞാപനം പുറത്തിറക്കി. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 25-ന് ബാറുടമകൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനമെടുത്തതെന്ന് ഫയലുകളിൽ നിന്ന് വ്യക്തം. ഏപ്രിലിൽ പുതിയ മദ്യനയം പ്രഖ്യാപിക്കേണ്ടത് പുതിയ സർക്കാരാണെന്നിരിക്കെയാണ് നയത്തിന് മുൻപേ ബാറുകളുടെ പ്രവൃത്തി സമയം വർദ്ധിപ്പിച്ച് നൽകിയത്. ഇതോടെ പ്രതിഷേധവുമായി ക്രൈസ്തവ സഭകൾ രംഗത്തെത്തി. സർക്കാരിന്റെ അബ്കാരി പ്രീണന നയം കേരളത്തെ നശിപ്പിക്കുമെന്ന് KCBC വിമർശിച്ചു. തലമുറയെ നശിപ്പിക്കുകയാണ് സർക്കാരെന്ന് ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ ആരോപിച്ചു. ഒരു തലമുറയെ ഇല്ലാതാക്കുകയാണ്, കേരളത്തിന്റെ തനതായ സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണ്. ഇങ്ങനെ വിറ്റിട്ട് വേണോ ഖജനാവ് വീർപ്പിക്കാൻ? അമ്മമാരുടെ കണ്ണുനീരിനേക്കാളും വലുതാണോ ബാർ മുതലാളിമാരുടെ ആവശ്യമെന്ന് സർക്കാർ ചിന്തിക്കണം. വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു വിശദമായ ചർച്ചയ്ക്ക് ശേഷം എടുക്കാൻ പാടുള്ളൂ. നേരത്തെ ഈ ആവശ്യം ബാറുടമകളുടെ കയ്യിൽ നിന്ന് വന്നിരുന്നു, ഇത് ഏകീകരിക്കണം എന്നും. പക്ഷേ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ എടുക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ അകത്ത് ദുരൂഹത ആരോപിക്കപ്പെടും. എന്നാൽ പ്രതിഷേധങ്ങൾക്ക് ചെവി കൊടുക്കാതെയായിരുന്നു LDF കൺവീനറുടെ പ്രതികരണം. അത് നിലവിലുള്ള നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇത് സംബന്ധമായ നിലപാട് സ്വീകരിക്കാൻ അധികാരമുണ്ട്. ഇങ്ങനെ ഒരു മാറ്റം വരുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നയം മാറ്റണമെന്ന ആവശ്യത്തിനപ്പുറം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സമരപരിപാടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മീഡിയ 1 തിരുവനന്തപുരം.